ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ഏപ്രിൽ 11 ബുധൻ മീനം രാശിയിലേക്ക്, അതായത് ബുധൻ്റെ നീചരാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ ബുധൻ്റെ മീനം രാശിയിലേക്കുള്ള നീചരാശിയിലേക്കുള്ള രാശിമാറ്റവും അത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. 2026 ഏപ്രിൽ 11 ബുധൻ മീനം രാശിയിലേക്ക് രാശി മാറുന്നത്. ബുധൻ്റെ നീചരാശിയിലേക്ക് ആ ബുധൻ രാശി മാറുന്നത് ഏപ്രിൽ 29 വരെ ഏകദേശം 19 ദിവസത്തോളം ബുധന് നീചസ്ഥിതിയാണ് കാണുന്നത്. പ്രത്യേകിച്ച് കാലപുരുഷൻ്റെ 12ാം ഭാവരാശിയാണ് ഈ മീനൻ രാശി എന്ന് പറയുന്നത്. അവിടേക്കാണ് ആ ബുധൻ രാശി മാറി വരുന്നത്. ഇപ്പം ബുധനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബുദ്ധിശക്തിയുടെയും നമ്മുടെ ഓർമ്മശക്തിയുടെയും നമ്മുടെ കാര്യങ്ങളൊക്കെ അപഗ്രഥിക്കാനുള്ള കഴിവിൻ്റെയൊക്കെ ഒരു ഗ്രഹമാണ്. പഠനശേഷിയുടെ ഗ്രഹമാണ്. വിദ്യാകാരകനാണ്. അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ കാരകനാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ബിസിനസ് സ്കില്ല്, അതുപോലെ നമ്മൾ ഈ ഡോക്യുമെൻറ്റേഷൻ, അതുപോലെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, ഇവയുടെയൊക്കെ ഗ്രഹമായിട്ട് നമുക്ക് ബുധനെ കാണാം. അത്തരത്തിലുള്ള ഒരു ബുധൻ ഏപ്രിൽ 11 ബലക്കുറവ് വരിക എന്ന് പറയുമ്പോൾ, നീചസ്ഥിതിയിൽ വരിക എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് എല്ലാ തലങ്ങളിലും പൊതുവെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ്റെ സമയമായിരിക്കും. അങ്ങനെ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും വരുമ്പോൾ സ്വാഭാവികമായിട്ട് കറക്റ്റ് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ സ്പീച്ചിലൊക്കെ ശ്രദ്ധിക്കണം. സ്പീച്ച് കൊണ്ട്, കമ്മ്യൂണിക്കേഷൻ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മൾ തെറ്റ് ചെയ്യാനുള്ള, അറിയാതെ തെറ്റ് വന്നു പോകാനുള്ള ഒരു സാധ്യതയൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാര്യങ്ങൾ വിവേചിച്ചറിയാനുള്ള ഒരു കഴിവ് ചിലപ്പോൾ ഈ സമയത്ത് കുറഞ്ഞു എന്നൊക്കെ വരാം. അപ്പം ഇവയൊക്കെ ഈ സമയത്ത് ബുധൻ്റെ നീചസ്ഥിതി കൊണ്ടുണ്ടാകാം. അപ്പോൾ ബുധൻ നീചരാശിയിലേക്ക് രാശി മാറുന്നത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും വ്യത്യസ്തമായിട്ടാണ് സ്വാധീനിക്കുന്നത്. അത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ബുധൻ നീചരാശിയിലേക്ക് രാശി മാറുന്നതും ആ നീചരാശിയിലേക്കുള്ള ബുധൻ്റെ രാശിമാറ്റം ഏത് രീതിയിൽ സ്വാധീനിക്കുമെന്ന് നോക്കാം. ആദ്യമായിട്ട് ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും. അപ്പോൾ ധനുക്കൂറുകാരെന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും 7ഉം 10ഉം ഭാവാധിപനാണ് ബുധൻ. 7ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഏപ്രിൽ 11 അവരുടെ 4ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. 4ാം ഭാവരാശി ബുധനെ സംബന്ധിച്ചിടത്തോളം നീചരാശിയാണ്. ആ 4ാം ഭാവരാശിയിൽ ബുധൻ ഏപ്രിൽ 29 വരെ ഏകദേശം 19 ദിവസത്തോളം ഉണ്ടാകും. 4ാം ഭാവരാശിയിൽ ഇപ്പോൾ സൂര്യനുണ്ട്. അതുപോലെ 4ാം ഭാവരാശിയിൽ ശനിയും ചൊവ്വയൊക്കെ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ 4ാം ഭാവസംബന്ധമായ കാര്യങ്ങൾക്ക് ഒരു ബലക്കുറവ് ഇവിടെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ 4ാം ഭാവരാശിയിൽ 7ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ നീചസ്ഥിതിയിൽ വരുമ്പോൾ പൊതുവെ നമുക്ക് മാനസികമായിട്ട് ഒരു സ്ട്രെസ്സ് ഈ സമയത്തുണ്ടാകാം. കുടുംബ കാര്യങ്ങളിൽ പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കാനാകാത്ത ഒരു സാഹചര്യം ചിലപ്പം വന്നുവിടാം. കുടുംബാംഗങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തീരുമാനം എടുക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കുടുംബത്തിൽ ഒരു സുഖക്കുറവ്, ചിലരെ സംബന്ധിച്ചിടത്തോളം വസ്തു സംബന്ധമായിട്ട് ഇടപാടുകളിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. അതുപോലെ മാതാവുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, അതുപോലെ ഈ വാഹനം വസ്തുവൊക്കെ വാങ്ങുന്നവരെല്ലാം ഈ സമയത്ത് വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രേഖകളിൽ ആ രേഖകൾ, അതിൻ്റെ വ്യവസ്ഥകളൊക്കെ കൃത്യമായിട്ടൊക്കെ ഒന്ന് പരിശോധിക്കണം. അതുപോലെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള സംസാരത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം. അതുപോലെ ഈ 7ാം ഭാവാധിപനും കൂടെ ആണ്. ആ 7ാം ഭാവാധിപൻ ആയിട്ടുള്ള ബുധൻ 4ൽ നീചസ്ഥിതിയിലാകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ജീവിത പങ്കാളി ഈ ചിലപ്പോൾ കുടുംബകാര്യത്തിലൊക്കെ കൂടുതൽ ഇടപെടുക, അത് മുഖാന്തരം കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അതുപോലെ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ
പാർട്ട്നേഴ്സുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയം കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. 7-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 10-ലാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് ജീവിത പങ്കാളിക്ക് ഈ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്നൊക്കെ വരാം. തൊഴിൽ അന്തരീക്ഷമൊക്കെ ഒരു സമാധാനം അനുകൂലമാകണമെന്നില്ല, സമാധാനപരമാകണമെന്നില്ല. അതുപോലെ ഈ പ്രത്യേകിച്ച് വിദേശത്ത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ അവയുമായിട്ട് ബന്ധപ്പെട്ടുള്ള രേഖകളിൽ എന്തെങ്കിലും ഒരു എറർ ചിലപ്പോൾ ആ രേഖകളിലൊക്കെ വന്നുവിടാൻ സാധ്യതയുണ്ട്. ആ എറർ വരിക വഴി ചിലപ്പോൾ വിദേശ യാത്രയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യാനും ഉണ്ടാകാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ 10-ാം ഭാവാധിപനാണ് ബുധൻ. ആ 10-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ നീചസ്ഥിതിയിൽ 4-ൽ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ വർക്ക് ഫ്രം ഹോം ബേസിസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, 10-ാം ഭാവാധിപൻ 4-ൽ വിലക്കുറവ് വരിക എന്ന് പറയുമ്പോൾ ഈ ദൂരെയുള്ള വർക്കുകൾ വീട്ടിൽ ഇരുന്ന് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അതേസമയം ആ ബുധൻ 10-ാം ഭാവാധിപൻ 10-ൽ ഉച്ചദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ 10-ാം ഭാവാധിപൻ 10-ൽ ഉച്ചദൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിലിൽ ഉയർച്ച, സ്ഥാനക്കയറ്റം, ചില നേട്ടങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. തൊഴിലിലൊക്കെ കാര്യക്ഷമത കൂടുന്ന സമയമാണ്. പൊതുവേ നമുക്ക് തൊഴിലിടത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നതിനും സാധ്യതയുണ്ട്. തൊഴിലിടത്തൊക്കെ കൂടെയുള്ളവരുടെയൊക്കെ സഹകരണമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. തൊഴിൽ അന്വേഷകർക്കും ആ ബുധൻ്റെ 10-ാം ഭാവാധിപൻ 10-ൽ ഉച്ചദൃഷ്ടി ചെയ്യുന്നത് തൊഴിൽ അന്വേഷകർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. എങ്കിലും നമ്മൾ പ്രധാനപ്പെട്ട ഈ തൊഴിലിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ആ 10-ാം ഭാവാധിപനായിട്ടുള്ള ബുധനാണ് നീചസ്ഥിതിയിൽ വരുന്നു എന്നുള്ളത് കൊണ്ട്. അതുപോലെ 10-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 7-ലാണ് നീചസ്ഥിതിയിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് ജീവിത പങ്കാളിയുടെയൊക്കെ സഹായം ചിലപ്പോൾ തൊഴിലെടുത്ത് കുറയാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ വ്യക്തിബന്ധങ്ങളിലും കമ്മ്യൂണിക്കേഷനിലുമൊക്കെ ഒരു കെയർ കൊടുത്തു പോകേണ്ടുന്ന സമയമാണ്. തൊഴിൽ ജീവിതവും വ്യക്തി ജീവിതവും നമ്മൾ ബാലൻസ് ചെയ്ത് പോകുന്നതിനുള്ള ഒരു ശ്രമം വേണം ഈ സമയത്ത് ഉണ്ടാകേണ്ടത്. കഴിവത് നമ്മൾ വൈകാരികമായിട്ട് പ്രതികരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ മനസ്സ് ഫോക്കസ് ചെയ്യുക. അങ്ങനെ ആത്മീയ കാര്യങ്ങളിലൊക്കെ മനസ്സ് ഫോക്കസ് ചെയ്ത് മാനസികമായിട്ടുള്ള ആ സ്ട്രെസ്സൊക്കെ കുറയ്ക്ക് ഫാമിലി ലൈഫും പ്രൊഫഷണൽ ലൈഫും ഒക്കെ സന്തുലിതമാക്കി കൊണ്ടുപോകുന്നതിനുള്ള ഒരു ശ്രമം വേണം ഈ ബുധൻ നീചസ്ഥിതിയിൽ വരുമ്പോൾ ധനുക്കുറുകാരും ലഗ്നക്കാരും ചെയ്യേണ്ടത്. ഇനി മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും ബുധൻ നീചരാശിയിൽ വരുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മകരക്കുറുകാർ എന്ന് പറയുമ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, തിരുവോണം, അതുപോലെ അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും ബുധൻ 6-ാം ഭാവാധിപനാണ്. അതേസമയം ബുധൻ ഭാഗ്യഭാവാധിപനുമാണ്, 9-ാം ഭാവാധിപനുമാണ്. 6-9 ഭാവാധിപനായിട്ടുള്ള ബുധൻ ഏപ്രിൽ 11-ന് 3-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. 3-ാം ഭാവരാശി ബുധൻ്റെ നീചരാശിയാണ്. അവിടെ ഏപ്രിൽ 29 വരെ ആ ബുധൻ 3-ാം ഭാവരാശിയിൽ നീചസ്ഥിതനായിരിക്കും. ഏകദേശം 19 ദിവസത്തോളം ബുധന് വിലക്കുറവാണ് എന്ന് മനസ്സിലാക്കുക. 3-ാം ഭാവരാശിയിൽ ഇപ്പോൾ ജന്മലഗ്ന രാശിയാധിപമായിട്ടുള്ള ശനി മൗഢ്യാവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ സൂര്യൻ അവിടെയുണ്ട്, ചൊവ്വയും 3-ൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ 6-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 3-ൽ നീചസ്ഥിതനായിട്ട് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ തൊഴിലിടത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ സേവനങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ ഒരു ശ്രദ്ധക്കുറവ് ഈ സമയത്ത് ഉണ്ടാകാം. പൊതുവെ ധൈര്യം, വീര്യം ഒക്കെ കുറയുന്നതിന് ഈ 6-ാം ഭാവാധിപൻ 3-ൽ ബലം കുറഞ്ഞു വരിക വഴി അതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഏത് കാര്യത്തിലും സംശയം, പ്രോപ്പറായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. കഴിവതും നമ്മൾ ക്വിക്കായിട്ടുള്ള ഡിസിഷൻ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ നമ്മളൊരു വിവരമൊക്കെ മറ്റുള്ളവരൊക്കെ ഒരു വിവരം കൈമാറുമ്പോൾ ആ കൈമാറുന്ന വിവരത്തിൽ എന്തെങ്കിലുമൊക്കെ എറർ വരാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുത്തു പോവുക. സേവനത്തിൽ വീഴ്ചകൾ ഉണ്ടാകാതെ നോക്കണം. കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ ബേഡ് കമ്മ്യൂണിക്കേഷൻ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. സഹോദരങ്ങളുമായിട്ടും മാതൃബന്ധുക്കളുമായിട്ടുള്ള ശത്രുതയൊക്കെ ക്രമേണ കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ
ഈ നമ്മുടെ എഴുത്തുകാർ, പ്രഭാഷകർ, മീഡിയ പ്രവർത്തകർ, മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, അതുപോലെ ഈ അവരെല്ലാം തന്നെ അവരുടെ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ഇപ്പോൾ നമ്മുടെ സംസാരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ അത് മുഖാന്തരം എന്തെങ്കിലും വിമർശനങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. നമ്മുടെ പ്രഭാഷണത്തിൽ, നമ്മുടെ ആശയത്തിലൊക്കെ ചിലപ്പോൾ വിമർശനങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. അവിടെയൊന്ന് ശ്രദ്ധിക്കുക. ബുധൻ നീചസ്ഥിതനാണ് എന്നുള്ളത് കൊണ്ട് ഓരോ വാക്കും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ രേഖകൾ തയ്യാറാക്കുമ്പോൾ, പ്രമാണങ്ങൾ, മറ്റു രേഖകളൊക്കെ തയ്യാറാക്കി അതിലൊക്കെ ഒപ്പിടുമ്പോഴൊക്കെ നമ്മൾ കഴിവതും അതിലെ വ്യവസ്ഥകളൊക്കെ കറക്റ്റായിട്ട് വായിച്ച് നോക്കണം. അതിലെന്തെങ്കിലുമൊക്കെ എറർ വരാൻ സാധ്യതയുണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. കൃത്യമായിട്ട് പരിശോധിച്ച് വേണം അത്തരം രേഖകളിലൊക്കെ ഒപ്പിടേണ്ടത്. 6-ാം ഭാവാധിപന് നീചസ്ഥിതിയിലാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ ആ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു ആശ്വാസം കിട്ടാൻ സാധ്യതയുണ്ട്. അതേസമയം ഈ നമുക്ക് കേസുകളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ വ്യവഹാരങ്ങളിൽ അവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയവും കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. 6-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 10ലാണ് നീചസ്ഥിതിയിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് തൊഴിലിടത്ത് ശത്രുക്കളുടെ സാന്നിധ്യമൊക്കെ നമ്മൾ തിരിച്ചറിയണം. അവരുമായിട്ട് വാഗ്വാദങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ബുധൻ ഭാഗ്യഭാവാധിപനും കൂടിയാണ്. ഭാഗ്യഭാവാധിപന് 3-ൽ നീചസ്ഥിതി വരിക എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഈ സമയത്ത് ഈ 9-ാം ഭാവാധിപന് ബലക്കുറവ് വരുമ്പോൾ നമ്മൾ മുതിർന്നവരുടെ അല്ലെങ്കിൽ മെൻറ്റേഴ്സിൻ്റെ, ഗുരുക്കന്മാരുടെ, അവരുടെയൊക്കെ ഉപദേശം, അവരുടെയൊക്കെ അഡ്വൈസ് ഈ സമയത്ത് സ്വീകരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മൾ യാത്രകളിലൊക്കെ ഒരു ശ്രദ്ധ വേണം. അതേസമയം നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങളിലൊക്കെ അതൊക്കെ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ അവയ്ക്ക് എന്തെങ്കിലും കേടുപാടുകൾ വരാനോ ഒക്കെ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ 9-ാം ഭാവാധിപന് നീചസ്ഥിതി ആണെങ്കിലും ആ ബുധൻ 9-ൽ ഉച്ചദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ്. അത് നമുക്ക് ദൂരയാത്രകൾക്ക്, വിദേശ യാത്രകൾക്കൊക്കെ പ്ലാൻ ചെയ്യുന്നതിന് സാധ്യത കാണുന്നുണ്ട്. മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുന്നതിനൊക്കെ ചിലപ്പോൾ പ്ലാൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ ഉന്നത വിദ്യ അഭ്യസിക്കുന്നവർക്ക്, ഗവേഷകർക്കൊക്കെ തന്നെ അത്തരം അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. 9-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 5-ലാണ്, ഭാവത്തിൻ്റെ 7-ലാണ് നീചസ്ഥിതിയിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് പിതാവിൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ടൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാമെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും ബുധൻ മീനം രാശിയിലേക്ക്, നീചരാശിയിലേക്ക് രാശി മാറുന്നത് ഏത് രീതിയിലായിരിക്കും സ്വാധീനിക്കുന്നത് നോക്കാം. കുംഭക്കുറുകാർ എന്ന് പറയുമ്പോൾ അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, അതുപോലെ ചതയം, പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും വേഴം എന്ന് കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും ബുധൻ എന്ന് പറയുന്നത് 5-ാം ഭാവാധിപനുമാണ്, അഷ്ടമ ഭാവാധിപനുമാണ്. അപ്പോൾ ആ ബുധൻ ഏപ്രിൽ 11-ന് അവരുടെ 2-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. 2-ാം ഭാവരാശി ബുധൻ്റെ നീചരാശിയാണ്. ഏപ്രിൽ 29 വരെ 19 ദിവസത്തോളം ആ ബുധൻ 2-ാം ഭാവരാശിയിൽ വാക്സ്ഥാനത്ത് നീചസ്ഥിതിയിലായിരിക്കും. 2-ൽ സൂര്യനുണ്ട്, ശനിയുണ്ട്, ചൊവ്വയുണ്ട്. ഇപ്പോൾ 2-ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ഗുരുവാണ്. ആ ഗുരു 5-ാം ഭാവരാശിയിൽ ബുധൻ്റെ ക്ഷേത്രത്തിൽ രാശി പരിവർത്തനം ചെയ്ത് നിൽക്കുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ 5-ാം ഭാവാധിപനാണ് 2-ൽ നീചസ്ഥിതനാകുക എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരത്തിൽ ശ്രദ്ധിക്കണം, സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം, ധനപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, പഠന കാര്യങ്ങൾക്ക് പെടുന്നതിന് ചിലവ് കൂടുന്ന ഒരു സ്ഥിതി ഈ സമയത്തുണ്ടാകാം. അതുപോലെ കുടുംബത്തിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. കുടുംബാംഗങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം. നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റൊക്കെ തന്നെ നിയന്ത്രിക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ ഈ 5-ാം ഭാവാധിപൻ 2-ൽ നീചസ്ഥിതനാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സ്പെക്കുലേഷൻ വഴിയുള്ള
ധനവരവൊക്കെ കുറയും. ഇപ്പോൾ ഓഹരി വിപണിയിലൊക്കെ ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ചിലപ്പോൾ സഡൻ എന്തെങ്കിലുമൊക്കെ വരുമാന നഷ്ടത്തിനൊക്കെ സാധ്യതയുണ്ട്. ക്രിയേറ്റീവ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക്, കലാകാരന്മാർക്കൊക്കെ തന്നെ അവർ പ്രതീക്ഷിക്കുന്ന ഒരു നേട്ടം ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല, പ്രത്യേകിച്ച് ഈ 19 ദിവസം. അതുപോലെ ധനപരമായ എന്ത് തീരുമാനവും പൊടുന്നനെ എടുക്കാതിരിക്കാൻ ഈ കുറുകാർ ശ്രദ്ധിക്കുക. 5-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 10ലാണ് നീചസ്ഥിതിയിൽ വരിക എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് സന്താനങ്ങളുടെ തൊഴിലിൽ ഒരു സന്താനങ്ങൾക്ക് അവരുടെ തൊഴിലിലൊക്കെ ചിലപ്പോൾ കോൺസെൻട്രേഷൻ കുറയാവുന്ന സമയമാണ്. അവരുടെ തൊഴിൽ അന്വേഷണത്തിലും ചിലപ്പോൾ ഊർജ്ജസ്വലത കുറയാൻ സാധ്യതയുണ്ട്. അവരുടെ പഠനത്തിലും ചിലപ്പോൾ ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവയിലൊക്കെ നമ്മൾ ഒന്ന് കെയർ കൊടുക്കണം. ബുധൻ അഷ്ടമ ഭാവാധിപനും കൂടെയാണ്. 8-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 2-ൽ ബലം കുറയുകയാണ്. 2-ൽ അഷ്ടമ ഭാവാധിപന് 2-ൽ ബലം കുറയുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സഡൻ എക്സ്പെൻസ് ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അതുപോലെ കുടുംബ സംബന്ധമായിട്ടുള്ള ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ ജീവിത പങ്കാളിയുടെ പാരൻസ് ചിലപ്പോൾ ഈ അഷ്ടമഭാവാധിപൻ 2-ൽ വരിക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ പാരൻസ് നമ്മുടെ വീട്ടിലൊക്കെ വരികയും ചിലപ്പോൾ ധനപരമായിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നതിനും ഒക്കെ സാധ്യതയുണ്ട്. അതേസമയം ഈ അഷ്ടമഭാവാധിപനായിട്ടുള്ള ബുധൻ അഷ്ടമരാശിയിലേക്ക് ഉച്ചദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. 2-ൽ നിന്നുകൊണ്ട് അഷ്ടമത്തിലേക്ക് ഉച്ചദൃഷ്ടി ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഈ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അവർക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ അവർക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് സഡൻ മാറും. അതുകൂടെ നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് അതിൽ നിന്ന് വളരെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്കും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ സഡൻ മാറിക്കിട്ടും. പൊതുവെ അവർക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ജീവിത പങ്കാളിയുമായിട്ടുള്ള ജോയിൻ്റ് അസറ്റിലൊക്കെ ഒരു വർധന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലർക്ക് പൊടുന്നനെ അപ്രതീക്ഷിത സോഴ്സുകളിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ പ്രത്യേകിച്ച് ഈ സ്പൗസിൻ്റെ പേരൻസുമായിട്ട് നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അവരിൽ നിന്നൊക്കെ ചില നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ദാമ്പത്യ ബന്ധത്തിലും നിലവിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കുന്നുള്ളൊരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. ഇപ്പോൾ ENT സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ ഉള്ളവർക്ക്, ഇപ്പോൾ ദന്ത സംബന്ധമായിട്ടോ കാഴ്ച സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ തന്നെ അതിലൊക്കെ ഒരു ആശ്വാസം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. 8-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഭാവത്തിൻ്റെ 7-ൽ നീചസ്ഥിതിയിൽ വരിക എന്ന് പറയുമ്പോൾ ജീവിത പങ്കാളിയുടെ പേരൻസിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക്, അവർക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരാശ്വാസം ഉണ്ടാകും. അതുപോലെ കഴിവതും നമ്മൾ ദീർഘകാല ഇൻവെസ്റ്റ്മെൻറ്റിനൊന്നും അനുകൂല സമയമല്ല. ഫിക്സഡ് ആയിട്ടുള്ള അസറ്റ്സൊക്കെ കൈമാറ്റം ചെയ്യുന്നതിനും അനുകൂല സമയമല്ല എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി നമുക്ക് മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും ബുധൻ മീനൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇപ്പം മീനക്കുറുകാർ എന്ന് പറയുമ്പം പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്തിരട്ടാതി രേവതി നക്ഷത്രക്കാരാണ്. മീനക്കുറുകാർക്ക് ബുധൻ 4-ാം ഭാവാധിപനുമാണ്, ബുധൻ 7-ാം ഭാവാധിപനുമാണ്. അപ്പോൾ 4ഉം 7ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഏപ്രിൽ 11-ന് ജന്മരാശിയിലേക്കാണ് രാശി മാറുന്നത്. ജന്മരാശി എന്ന് പറയുമ്പോൾ മീനൻ രാശി, അത് ബുധനെ സംബന്ധിച്ചിടത്തോളം ബുധൻ്റെ നീചരാശി ആണ്. ഏപ്രിൽ 29 വരെ ബുധൻ ജന്മരാശിയിൽ നീചസ്ഥിതനായിരിക്കും. അപ്പോൾ ജന്മരാശിയിൽ ഇപ്പോൾ സൂര്യനുണ്ട്, ശനിയുണ്ട്, ചൊവ്വയൊക്കെ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പം 4-ാം ഭാവാധിപൻ ജന്മരാശിയിൽ നീചസ്ഥിതനാകുക എന്ന് പറയുമ്പോൾ പൊതുവെ നമുക്ക് എല്ലാ കാര്യത്തിലും സംശയം ഉണ്ടാകാവുന്ന സമയമാണ്. അമിതമായിട്ടുള്ള ചിന്തകൾ ഈ സമയത്തുണ്ടാകും. അതുപോലെ നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അപഗ്രഥിക്കാൻ കഴിയാത്ത ഒരു സമയം എന്ന് പറയാം. അപ്പോൾ പ്രോപ്പറായിട്ട് ഡിസിഷൻ എടുക്കാൻ കഴിയാത്ത ഒരു സമയം എന്ന് പറയാം. അപ്പോൾ കഴിവതും നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. പഠനത്തിൽ നമ്മൾ ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സുഖം, സന്തോഷം, സമാധാനമൊക്കെ കുറയുന്നതിന് ചിലപ്പോൾ അത് വഴിതെളിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ വർക്കിലൊക്കെ നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. കുടുംബാംഗങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം. ഇപ്പോൾ 4-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 10-ലാണ് നീചസ്ഥിതി എന്നുള്ളത് കൊണ്ട്
ഈ മാതാവിൻ്റെയോ അതുപോലെ കുടുംബത്തിൻ്റെയൊക്കെ യശസ്സിന് കോട്ടം തട്ടുന്ന എന്തെങ്കിലുമൊക്കെ സംഭവവാസങ്ങൾ ചിലപ്പോൾ ഉടനെ ഉണ്ടായെന്ന് വരാം. അവിടെയൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർ കഴിവതും ഈ സമയത്ത് അതിൻ്റെ രേഖകൾ വ്യക്തമായിട്ട് പരിശോധിച്ച് തന്നെ അത് വാങ്ങണം എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് 7ാം ഭാവാധിപനും കൂടിയാണ് ആ ബുധൻ 7ാം ഭാവാധിപൻ ജന്മരാശിയിൽ നീചസ്ഥിതനായിട്ട് വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫ് പാർട്ട്ണർഷിപ്പിലും അതുപോലെ ബിസിനസ് പാർട്ട്ണർഷിപ്പിലും നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അത് ചിലപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മുഖാന്തരം നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം നമ്മൾ ഇപ്പോൾ 7ലേക്ക് 7ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഉച്ചദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയാണ്. അതൊക്കെ നമ്മൾ അല്പം കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധിച്ച് ബിസിനസ്സൊക്കെ പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ബിസിനസ്സിൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ബിസിനസ് കാരകനും കൂടിയാണ് ആ ബുധൻ ഉച്ചദൃഷ്ടി 7 ചെയ്യുന്ന സമയമാണ്. അത് നമുക്ക് ബിസിനസ്സിൽ വലിയ നേട്ടങ്ങളുണ്ടാകും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ നമുക്ക് പുരോഗതിയൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ബിസിനസ്സിൽ പുതിയ പാർട്ട്നേഴ്സൊക്കെ വന്നു ചേരുന്നതിനുമൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ ജീവിത പങ്കാളിയുടെ ഗൈഡൻസ് ഒക്കെ തന്നെ നമുക്ക് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ചില ഗുണാനുഭവം ഉണ്ടാക്കും. മാത്രമല്ല ബിസിനസ് കരാറുകൾക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി ആ ബിസിനസ്സിൽ നമുക്ക് പുതിയ ബിസിനസ് കരാറിലൊക്കെ ഒപ്പിടുന്നതിനൊക്കെ സാധ്യത ഉണ്ട്. അതുപോലെ വിദേശ വ്യാപാരമൊക്കെ നമുക്ക് സ്മൂത്താകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. വിവാഹ ആലോചനകളിൽ നിലവിലുള്ള തടസ്സങ്ങളൊക്കെ പ്രത്യേകിച്ച് 7ാം ഭാവാധിപൻ 7ലേക്ക് ഉച്ചദൃഷ്ടി ചെയ്യുക വഴി ഉണ്ടാകും. ബുധൻ്റെ ഉച്ചദൃഷ്ടി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ടുള്ള ആ തെറ്റിദ്ധാരണകൾ മാറുന്നതിന് അത് സഹായകമാണ്. അത് ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ നമുക്ക് ബിസിനസ് തലത്തിലായാലും ലൈഫ് പാർട്ട്ണർഷിപ്പിലും ബിസിനസ് പാർട്ട്ണർഷിപ്പിലും നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. പൊതുവെ 7ാം ഭാവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ആ 7ാം ഭാവാധിപൻ ഉച്ചരാശിയിൽ 7ൽ ദൃഷ്ടി ചെയ്യുക വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം. 7ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 7ലാണ് നീചസ്ഥിതി വരുന്നു എന്നുള്ളത് കൊണ്ട് ജീവിത പങ്കാളിയുടെ കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ ഈ സമയത്തുണ്ടാകാം. അതുപോലെ നമ്മൾ ഈ ജോയിൻ്റ് ആയിട്ടുള്ള ബിസിനസ്സിലൊക്കെ തീരുമാനം എടുക്കുമ്പോഴും നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് വേണം അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തു പോകേണ്ടത്. അങ്ങനെയൊക്കെ ശ്രദ്ധ കൊടുത്തു പോകുന്നവർക്ക് നമുക്ക് ലൈഫ് പാർട്ട്ണർഷിപ്പിലും ബിസിനസ് പാർട്ട്ണർഷിപ്പിലും ഗുണാനുഭവം ഉണ്ടാക്കാൻ ഈ ബുധൻ്റെ രാശിമാറ്റം വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.